നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ ഇസ് 120 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? ഐസോസലസ് ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐസോസലസ് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാലോ. അത് രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഈ 120 എന്തായാലും മൂന്നാമത്തെ ആംഗിൾ ആയിരിക്കും. ഈക്വൽ ആംഗിൾസ് എന്തായാലും മറ്റ് രണ്ട് ആംഗിൾസ് ആയിരിക്കുള്ളൂ. കാരണം ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ സം ഓഫ് ആംഗിൾസ് 180 ആണ് അല്ലേ. അതിൽ നിന്നും 120 മൈനസ് ചെയ്താൽ എത്രയാണ്? 60. ഈ രണ്ട് ആംഗിളും കൂടെ 60 ആയിരിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ആൻസർ പറയാം, ഓരോ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ രണ്ട് സൈഡ്സും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്, ഈ രണ്ട് ആംഗിളും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അത് ഇപ്പൊ പേരെഴുതി ചെയ്യാം. ട്രയാങ്കിൾ ABC, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C is equal to 180 ഡിഗ്രി. ബിയും സിയും ഈക്വൽ ആണ്. ആംഗിൾ എ എന്താണ്? 120. അപ്പോൾ 120 പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? 180 മൈനസ് 120, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഇനി ഇത് രണ്ടും ഈക്വൽ അല്ലേ. ദെർഫോർ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? 30 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ സിയും 30 ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ആൻഡ് 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സർക്കിളിന്റെ സെന്ററും അതുപോലെ സർക്കിളിലെ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്തൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്ന്. കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ ബാക്കി രണ്ട് കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഇതിന് പേര് കൊടുക്കാം. ABC, ട്രയാങ്കിൾ ABC. ഇനി ഇത് നോക്കി, ഈ എ ബിയും എ സിയും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ. എ ബിയും എ സിയും ഈക്വൽ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആയാൽ അത് എന്താണ്? ഐസോസലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായി. അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടി. എങ്ങനെ? ടോട്ടൽ എത്രയാണ്? 180. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 180. അപ്പൊ 180 60 മൈനസ് ചെയ്താൽ ഈ രണ്ട് ആംഗിളിന്റെയും കൂടി സം ആയിരിക്കും. അതിന്റെ പകുതി ആയിരിക്കും ഒരാംഗിൾ. അപ്പൊ നമുക്കിവിടെ പറയാം, ഇൻ ട്രയാങ്കിൾ ABC AB ഈക്വൽസ് AC. എന്താ റീസൺ? എന്താ? റേഡിയൈ ഓഫ് സർക്കിൾ of the circle. എബിയും എ സിയും ഈക്വൽ ആയാൽ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. Therefore ആംഗിൾ ബി is equal to ആംഗിൾ സി. ഇനി സം ഓഫ് ദ ആംഗിൾസ് 180 ആണ്. ആംഗിൾ സം എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി is equal to 180 ഡിഗ്രി. ആംഗിൾ എ എന്താണ്? ഇതിൽ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി is equal to 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്താണ്? 180 മൈനസ് 60, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഇനി ബിയും സിയും ഈക്വൽ അല്ലേ. അപ്പൊ ബിയും സിയും എന്ന് പറഞ്ഞാൽ ഈ 120യുടെ ഹാഫ് ആയിരിക്കും. Therefore ആംഗിൾ ബി is equal to ആംഗിൾ സി is equal to 120 divided by 2, that is 60 ഡിഗ്രി. അപ്പൊ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇതും 60,
ഇതും 60. Therefore, the other two angles are അതാണല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. The other two angles are 60 degree. 60 degree and 60 degree. Okay, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. Question നോക്കാം. The picture shows the triangle drawn by joining 3 points on a circle. 2 of the angles formed by joining these points to the center of the circle are also given. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ അറ്റ് ദ സെന്റർ. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളിലെ 3 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പോയിന്റ്സ് സെന്ററുമായിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 3 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ലാർജർ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് 2 ആംഗിളും തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രയാങ്കിളിലെ ആ റേഡിയസ് തമ്മിൽ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൽ 2 സൈഡ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒന്നിൽ 110 ആണ്, ഒന്നിൽ 120 ഡിഗ്രി ആണ്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തേർഡ് ആംഗിൾ ഓഫ് ദ സെന്റർ. അതായത് ഈ സെന്ററിൽ നിന്നുള്ള 2 ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ, ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്? കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. ലാർജ് ട്രയാങ്കിൾ ഗ്രീൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വലിയ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും, ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിളിൽ ഈ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും നമുക്കറിയാം അല്ലെ, 360 ആണെന്ന്. ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. എ ബി സി, സെന്റർ ഒ എന്ന് കൊടുക്കാം. ഒ. അതായത് ഈ സർക്കിളിന്റെ സെന്ററിലുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 360 കിട്ടും. അങ്ങനെയെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? 360ന്ന് ഈ 2 ആംഗിളും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടും. അപ്പൊ എന്താണ്? ഒരു സർക്കിളിന്റെ ആ സെന്ററിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. അതിൽ ഈ 2 ആംഗിളും കൂടെ അതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഇവിടെ മൂന്നാമത്തെ ആംഗിൾ കിട്ടും. ഇവിടെ ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC പ്ലസ് ആംഗിൾ COA is equal to 360 ഡിഗ്രി. ആംഗിൾ AOB ഈ ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC പ്ലസ് ആംഗിൾ COA ഓർ AOC, അങ്ങനെ വേണമെങ്കിലും പറയാം. ആംഗിൾ COA is equal to 360 ഡിഗ്രി. ആംഗിൾ AOB എന്താണ്? 110 ഡിഗ്രി പ്ലസ് ആംഗിൾ BOC നമുക്കറിയില്ല. ആംഗിൾ BOC പ്ലസ് ആംഗിൾ COA എന്താണ്? 120 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ BOC പ്ലസ് 110 പ്ലസ് 120 എന്ത് വരും? 230 ഡിഗ്രി ഈക്വൽ ടു 360. then ആംഗിൾ BOC is equal to 360ന്ന് ഈ 230 മൈനസ് ചെയ്യണം. 130. ആംഗിൾ BOC എന്താണ്? 130 ഡിഗ്രി. ആംഗിൾ BOC is equal to 130 ഡിഗ്രി. അതാണ് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാൽക്കുലേറ്റ് തേർഡ് ആംഗിൾ അറ്റ് ദ സെന്റർ. സെന്ററിലെ തേർഡ് ആംഗിൾ കിട്ടി. എന്താണ്? 130 ഡിഗ്രി.
third angle at the center is 130 degree. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ. അതായത് ആംഗിൾ എ കാണണം, ആംഗിൾ ബി കാണണം, ആംഗിൾ സി കാണണം. അപ്പം നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിൾ നോക്കിയ ട്രയാങ്കിൾ എ ഒ ബി, ഇതിൽ ഒ എയും ഒ ബിയും ഈക്വൽ അല്ലേ? കാരണം എന്താണ്? ഈ സർക്കിളിലെ റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ സം പ്രോപ്പർട്ടി എടുത്തിട്ട് 180 ഈ ആംഗിൾ മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഈ രണ്ട് ആംഗിളിൻ്റെ സം ആയിരിക്കും. അതിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ഓരോ ആംഗിളും. ഇതേ റൂള് തന്നെ ഈ ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാം, ഈ ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾ കിട്ടും, അപ്പോൾ ഈ ആംഗിൾ ബി കിട്ടും. അതുപോലെ ഈ രണ്ട് ആംഗിൾ കിട്ടുമ്പോൾ ആംഗിൾ എ കിട്ടും. ഈ രണ്ട് ആംഗിൾ കിട്ടുമ്പോൾ ആംഗിൾ സി കിട്ടും. അങ്ങനെ നമുക്ക് ലാർജ് ട്രയാങ്കിൾസിൻ്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ ഒ ബി, in triangle AOB, triangle AOB യിൽ OA is equal to OB. OA is equal to OB ആയാൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, നമ്മൾ പറഞ്ഞല്ല. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ OAB ഈക്വൽ ആംഗിൾ OBA. Therefore, angle OAB is equal to ഈ ആംഗിൾ എന്താണ്? OBA. OABയും ആംഗിൾ OBA. ആംഗിൾ OBA. ഇനി നമുക്ക് സം ഓഫ് ആംഗിൾസ് എഴുതാം. ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA പ്ലസ് ഈ ആംഗിൾ AOB is equal to 180 ഡിഗ്രി. അതായത് ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും, ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് 150 ഡിഗ്രി കിട്ടും. അതിൽ നമുക്ക് അറിയാവുന്ന ആംഗിൾ ഏതാണ്? ഈ സെൻറ്റർ ആംഗിൾ ആണ് അറിയുന്നത്. അത് എത്രയാണ്? 110. അതായത് ഈ AOB ആണ് നമുക്ക് അറിയാവുന്നത്. Therefore, ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA പ്ലസ് 110 is equal to 180 ഡിഗ്രി. ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA is equal to 180 മൈനസ് 110, അതായത് 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയാലോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഓരോ ആംഗിളും ഇതിൻ്റെ പകുതി ആയിരിക്കും. Therefore, ആംഗിൾ OAB is equal to ആംഗിൾ OBA is equal to എന്താണ്? 70 divided by 2, that is 35 ഡിഗ്രി ഈച്ച്. ഈ രണ്ട് ആംഗിളും അപ്പോൾ എത്രയാണ്? 35 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് ആംഗിൾസ് കിട്ടി 35. ഇതേ മെത്തേഡിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈ ആംഗിളും കണ്ടുപിടിക്കാം. അതുപോലെ ഇതും കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോന്നിനും ആ സ്റ്റെപ്പ് എഴുതണമെന്ന് മാത്രം. ഇനി നമുക്കിനി അടുത്ത ട്രയാങ്കിൾ ഇത് കൺസിഡർ ചെയ്യാം. ഇവിടെ BOC, ഇൻ ട്രയാങ്കിൾ BOC, ഈ ട്രയാങ്കിൾ കേട്ടോ. ഈ ട്രയാങ്കിൾ നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചല്ല, അത് 130 ആയിരുന്നു. നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചതാണത്. ഇവിടെ നമുക്കറിയാം ഈ ആംഗിളും ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ആംഗിൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ എടുത്തെഴുതാം. എന്താണ്? OB is equal to OC. Therefore,
ഈ ആംഗിൾ ഒ ബി സി ആംഗിൾ ഒ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. ഇനി നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കാം. ഈ ടോട്ടൽ ഈ 3 ആംഗിളും കൂടെ കൂട്ടി എഴുതാം. അപ്പോൾ ആംഗിൾ ബി ഒ സി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ ബി ഒ സി അറിയാം, അതെത്രയാണ്? ബി ഒ സി 130 ഡിഗ്രി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി എന്താണ്? 180. Therefore, angle OBC plus angle OCB is equal to 180 minus 130. 180 minus 130 എന്താണ്? 50 ഡിഗ്രി. ഇനി ഓരോ ആംഗിളും 50യുടെ പകുതിയായിരിക്കും. Therefore, angle OBC is equal to angle OCB is equal to 50 divided by 2, that is 25 degree. ഈ 2 ആംഗിൾസും 25 വീതമാണ്. അപ്പോൾ ഇത് 25 ഡിഗ്രി എന്ന് കിട്ടി, ഇതും 25 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഈ ആംഗിളിന്റെ ഈ 2 ആംഗിളും കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ മൂന്നാമത്തെ ട്രയാംഗിൾ ഏതാണ്? AOC. In triangle AOC OA is equal to OC. OA is equal to OC എന്താണ്? റേഡിയോ ഓഫ് സർക്കിൾ ആണ്. Therefore, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്താണ്? OCA. ഈ ആംഗിളാ OAC. Therefore, angle OCA is equal to angle OAC. Angle OCA is equal to angle OAC. ഇനി ഈ ആംഗിൾസ് എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആംഗിൾ ഈ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, നമുക്കറിയാം 120 ആണെന്ന്. അപ്പോൾ അത് ആദ്യം എഴുതിയാണ്. ആംഗിൾ AOC പ്ലസ് ബാക്കി 2 ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC is equal to 180 ഡിഗ്രി. ഇനി ആംഗിൾ AOC എന്താണ്? 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി പ്ലസ് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC is equal to 180 ഡിഗ്രി. ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC is equal to 180 minus 120. 180 minus 120 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി therefore ആംഗിൾ OCA is equal to angle OAC is equal to 60 divided by 2. 60 divided by 2 എന്താണ്? 30 ഡിഗ്രി. അപ്പോൾ ഈ 2 ആംഗിളും കിട്ടി. ഏത് 2 ആംഗിൾ? ഈ 2 ആംഗിൾ. ഇത് 30 ഡിഗ്രി ആയിട്ടാണ്, അതുപോലെ ഇതും 30 ഡിഗ്രിയാണ്. ഇപ്പം എല്ലാ ആംഗിൾസും കിട്ടി. ഇനി ലാർജ് ട്രയാംഗിൾ എന്താണ്? ട്രയാംഗിൾ ABCയുടെ ഓരോ ആംഗിൾ എഴുതാം. ആംഗിൾ A എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യാം. ആംഗിൾ C എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇപ്പം രണ്ടാമത്തെ പാർട്ട്. ഇൻ ട്രയാംഗിൾ ABC, ഈ ലാർജ് ട്രയാംഗിൾ, ഇൻ ട്രയാംഗിൾ ABC ആംഗിൾ A എന്താണ്? ആംഗിൾ A എന്താണ്? 35 പ്ലസ് 30. 35 പ്ലസ് 30 അതായത് 65 ഡിഗ്രിയാണ്. ആംഗിൾ A കിട്ടി. ഇനി ആംഗിൾ B. ആംഗിൾ B എന്താണ്? 35 പ്ലസ് 25. 35 പ്ലസ് 25 ഡിഗ്രി എത്രയാണ്? 60 ഡിഗ്രി. അപ്പം ആംഗിൾ B കിട്ടി 60 ഡിഗ്രി. ഇനി ആംഗിൾ C എന്താണ്? C എന്ന് പറഞ്ഞാൽ 25ഉം 30യും കൂടി ആഡ് ചെയ്യുന്നത്. 25 പ്ലസ് 30 55 ഡിഗ്രി. അപ്പോൾ ലാർജർ ട്രയാംഗിൾ അല്ലെങ്കിൽ ഗ്രീൻ ട്രയാംഗിളിൻ്റെ 3 ആംഗിളും കിട്ടിയില്ലേ? ആംഗിൾ A 65 ഡിഗ്രി, ആംഗിൾ B 60 ഡിഗ്രി,
ആംഗിൾ സി 55 ഡിഗ്രി.